السلام عليكم ورحمة الله. ഓക്കെ അല്ലേ? കേൾക്കാമല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാമോ? ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചേ. കേൾക്കാം. ആ, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، وما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. കാണാനും പറ്റുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ?
ഓക്കെ. ഓക്കെ. അൽഹംദുലില്ലാഹ്, നമ്മള് പ്രവാചക ജീവചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തു കൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പ്രവാചകന്റെ ജനനം മുതൽ, അതേപോലെ തന്നെ ബാല്യം, ശൈശവം, അതേപോലെ തന്നെ യൗവനം, പ്രവാചകന്റെ തൊഴില്, പ്രവാചകന്റെ വിവാഹം വരെ പൂർത്തിയാക്കിയിരുന്നു. നമുക്കറിയാം, പ്രവാചകന്റെ ഭാര്യമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. പ്രവാചകന്റെ സന്താന പരമ്പര ലോകത്ത് നിലനിൽക്കുന്നത് അവരിലൂടെയാണ്. പ്രവാചകനുണ്ടായ മക്കളിൽ ഒരു മകനൊഴിച്ച് മറ്റ് എല്ലാവരും ഖദീജയിലൂടെ ഉണ്ടായവരാണ്. പ്രവാചകന് മൊത്തം 7 മക്കളാണ് ജനിച്ചിരുന്നത്. അതിൽ അവസാനം ഇബ്രാഹിം എന്ന മകൻ മദീനയിൽ വെച്ച് ജനിച്ചതാണ്. അതൊഴിച്ച് ആ മകൻ ഒഴികെ ബാക്കി 6 മക്കളും ഖദീജയുടെ മക്കളാണ്. ഇക്കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കിയിരുന്നു. അതിൽ ഒന്നാമതായി ആദ്യം ജനിക്കുന്നത് ഖാസിം എന്ന മകനാണ്. അതായത് പ്രവാചകന്റെ ആദ്യത്തെ മകനാണ്. അതായത് പ്രവാചകന് 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളപ്പോൾ, 30 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, അല്ല 30 വയസ്സിന് മുമ്പാണ്. പ്രവാചകന്റെ പ്രായം 30 വയസ്സായിട്ടില്ല. ആ സമയത്താണ് ഖാസിം ജനിക്കുന്നത്. എന്നാൽ ചെറുപ്പകാലത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. ഈ ഖാസിമിലേക്ക് ചേർത്തുകൊണ്ടാണ് പ്രവാചകനെ വിളിക്കപ്പെട്ടിരുന്നത് അബുൽ ഖാസിം. അറബികളുടെ പതിവാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അവര് ഒരു വ്യക്തിയെ പേര് വിളിക്കുന്നതിനെ വളരെ മോശമായി കണക്കാക്കിയിരുന്നു, ബഹുമാനക്കുറവായി അവർ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ പേരിൽ പലപ്പോഴും അറബികളൊന്നും ഒരു വ്യക്തിയുടെ പേര് വിളിക്കുമായിരുന്നില്ല. 2 രീതിയിലാണ് വിളിച്ചിരുന്നത്. ഒന്നുകിൽ മക്കളൊന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും വാപ്പയിലേക്ക് ചേർത്ത് ഇബ്ന് മുഹമ്മദ്, ഇബ്ന് അബ്ദുള്ള, ഇബ്ന് ഇബ്രാഹിം ഇങ്ങനെയൊക്കെ വിളിക്കും. ഇനി മക്കളുള്ള വ്യക്തിയാണെങ്കിൽ മക്കളിലേക്ക് ചേർത്ത് വിളിക്കും. അബു അബ്ദുല്ല, അബു ഇബ്രാഹിം, അബു അഹ്മദ്, അബു മുഹമ്മദ് ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ അക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറബികൾ വിളിച്ചിരുന്നത് അബുൽ ഖാസിം എന്ന പേരിലായിരുന്നു. മുഹമ്മദ് എന്ന് വിളിക്കാതെ ബഹുമാനത്തോടെ വിളിക്കുമ്പോൾ അബുൽ ഖാസിം എന്നായിരുന്നു പ്രവാചകനെ വിളിച്ചിരുന്നത്. അത് ഈ മകനിലേക്ക് ചേർത്തുകൊണ്ടായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ ഈ മകൻ വളരെ ചെറുപ്പകാലത്ത് തന്നെ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. രണ്ടാമത് പ്രവാചകൻ ഉണ്ടായത് സൈനബ് എന്ന മകളാണ്. സൈനബ് പ്രവാചകന്റെ 32-33 വയസ്സിലാണ് ഈ മകള് ജനിക്കുന്നത് എന്നാണ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുക. ഇവരെ പ്രവാചകൻ ഇവരെ വിവാഹം കഴിച്ചു കൊടുത്തത് ഖദീജയുടെ സഹോദരിയുണ്ട്, ഹാല ബിന്തു ഖുവൈലിദ്. അവരുടെ മകനായ അബുൽ ആസ് ബിൻ റബീഅ എന്ന വ്യക്തിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ വിവാഹം ചെയ്തു കൊടുത്തത്. ഖദീജ തന്നെയാണ് ഈ വിവാഹത്തിന് മുൻകൈയെടുത്തത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഖദീജയുടെ സ്വന്തം സഹോദരിയുടെ പുത്രനാണ് സൈനബിനെ വിവാഹം കഴിച്ചത്. ഇദ്ദേഹം അബുൽ ആസ് ബിൻ റബീഅ ആദ്യം മുസ്ലിം ആയിരുന്നില്ല. പ്രവാചകന്റെ നുബുവത്ത് കിട്ടിയതിനു ശേഷം മുസ്ലിം ആയിരുന്നില്ല, ശത്രുപക്ഷത്തായിരുന്നു. അതേപോലെ തന്നെ ബദർ യുദ്ധത്തിൽ പ്രവാചകന് എതിരെ ശത്രുക്കളുടെ കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു. ബദർ യുദ്ധത്തിൽ ഖുറൈശികളുടെ കൂട്ടത്തിലായിരുന്നു പങ്കെടുത്തത്. എന്നാൽ പിന്നീട് ഫതഹിന് മുമ്പായി ഇദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ പിന്നെ മദീനയിൽ താമസമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സൈനബ് പ്രവാചകന്റെ നുബുവത്ത് കിട്ടിയ ഉടനെ തന്നെ സൈനബ് മുസ്ലിം ആയിരുന്നു. എന്നാൽ ഭർത്താവ് മുസ്ലിം ആയിരുന്നില്ല. അവര് മക്കയിൽ ഒരുമിച്ചായിരുന്നു. സൈനബ് മുസ്ലിമാണ്, ഭർത്താവ് മുസ്ലിം ആയിരുന്നില്ല. മക്കയിൽ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പ്രവാചകൻ ഹിജ്റ ചെയ്ത് പോയതിനു ശേഷവും മക്കയിൽ തന്നെ താമസിച്ചിരുന്നു, സൈനബ് മുസ്ലിമായ അവസ്ഥയിലും ഭർത്താവ് മുസ്ലിം അല്ലാത്ത അവസ്ഥയിലും. പിന്നീട് ബദർ യുദ്ധത്തിൽ ഭർത്താവ് പിടിക്കപ്പെട്ടപ്പോൾ മദീനയിൽ വെച്ച് തടവിലായപ്പോൾ
സൈനബാണ് അന്ന് സൈനബ് മക്കയിലാണ്. മക്കയിൽ നിന്ന് സൈനബാണ് മോചനദ്രവ്യം ഭർത്താവിനെ മോചിപ്പിക്കാൻ ആവശ്യമായ സമ്പത്ത് മദീനയിലേക്ക് കൊടുത്തയച്ചത്. അതിനുശേഷം സൈനബിന് പിന്നെ അദ്ദേഹം മദീനയിലേക്ക് പ്രവാചകനോടൊപ്പം താമസിക്കാൻ വേണ്ടി ഭർത്താവ് പറഞ്ഞയക്കുകയും പിന്നീട് സൈനബ് മദീനയിലും ഭർത്താവ് മക്കയിലുമാണ് താമസിച്ചത്. പിന്നീട് മക്ക ഫതഹിന് മുമ്പുള്ള ഹിജ്റയുടെ 8ാമത്തെ വർഷമാണ് ഇദ്ദേഹം അബുൽ ആസിം റബീഅ മുസ്ലിം ആകുന്നത്. അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഹിജ്റ 8ാം വർഷം സൈനബ് മരണപ്പെടുകയാണ് ഉണ്ടായത്. അതായത് പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ സൈനബ് മരണപ്പെടുകയാണ്. അതിനുശേഷമുള്ള മകളാണ് റുഖയ്യ എന്ന മകള്. അതേപോലെ തന്നെ ഉമ്മു കുൽസും. രണ്ട് പെൺമക്കളാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രായം വളരെ അടുത്ത പ്രായങ്ങളാണ്. അതായത് പ്രവാചകന്റെ 34-35 വയസ്സിലൊക്കെയാണ് ഇവർ രണ്ടുപേരും ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. റുഖയ്യയും ഉമ്മു കുൽസൂമിനെയും ആദ്യം വിവാഹം കഴിച്ചിരുന്നത് അബൂലഹബിന്റെ, പ്രവാചകന്റെ കടുത്ത ശത്രു, ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായ അബൂലഹബിന്റെ 2 മക്കള് ഉത്ബ ബിൻ അബൂലഹബും ഉതൈബത്ത് ബിൻ അബൂലഹബ് എന്നീ 2 മക്കളായിരുന്നു ഈ റുഖയ്യനെയും ഉമ്മു കുൽസുമിനെയും വിവാഹം കഴിച്ചിരുന്നത്. എന്നാൽ പ്രവാചകൻ നുബുവത്ത് കിട്ടി ദീൻ പ്രബോധനങ്ങളും ദഅവത്തിന്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചപ്പോൾ ശത്രുവായ അബൂലഹബ് തന്റെ 2 മക്കളെ നിർബന്ധിച്ചുകൊണ്ട് പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹമോചനം ചെയ്യിപ്പിച്ചു, നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖയ്യയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും ഹബിഷയിലേക്കും ഹിജ്റ പോയി. ആദ്യകാലത്ത് ഇൻഷാ അല്ലാഹ് ഹബിഷയിലേക്കുള്ള ഹിജ്റയുടെ ചരിത്രങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് മദീനയിലേക്കും ഈ റുഖയ്യയും ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഹിജ്റ പോയിരുന്നു. പിന്നീട് മദീനയിൽ വെച്ച് ഹിജ്റ 2ാം വർഷം ബദർ യുദ്ധ സമയത്താണ് റുഖയ്യ രോഗബാധിതയായി മരണപ്പെടുന്നത്. റുഖയ്യ രോഗബാധിതയായതിനാൽ ഭാര്യയുടെ പരിചരണത്തിനായി ഭാര്യയുടെ കാര്യങ്ങൾ നോക്കുന്നതിനാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടങ്ങി വരുന്ന സന്ദർഭത്തിലാണ് റുഖയ്യയുടെ ഖബറടക്കവും നടക്കുന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖയ്യ മരണപ്പെട്ട ഉടനെ തന്നെ റുഖയ്യയുടെ സഹോദരിയായ ഉമ്മു കുൽസൂമിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്നാൽ ഹിജ്റ 9ാം വർഷം ഉമ്മു കുൽസൂമും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരിക്കെ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ചുരുക്കത്തിൽ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം ഈ 3 മക്കളും പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെടുകയാണ്. 3 പെൺമക്കളും. ഖാസിം ചെറുപ്പത്തിൽ തന്നെയും മരണപ്പെട്ടിരുന്നു. പിന്നെ ഉണ്ടായതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയപ്പെടുന്നുണ്ട് നുബുവത്ത് ലഭിക്കുന്നതിന് 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നമുക്കറിയാവുന്നത് പോലെ പ്രവാചകന്റെ പിതൃവ്യൻ, പ്രവാചകന്റെ പിതാവിന്റെ സഹോദരൻ അബൂ താലിബിന്റെ മകനായ അലി റളിയല്ലാഹു അൻഹു ആണ് ഫാത്തിമയുടെ ഭർത്താവ്. അവര് ഈ പ്രവാചകൻ മരണപ്പെടുന്ന സമയത്ത് പ്രവാചകന് ജീവിച്ചിരിക്കുന്ന ഏക സന്തതി ഫാത്തിമയായിരുന്നു. ബാക്കി എല്ലാ മക്കളും പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഹദീസിൽ പറയുന്നുണ്ട്. ഒരിക്കൽ ഫാത്തിമ പ്രവാചകന്റെ അടുക്കൽ വന്നു. പ്രവാചകന്റെ മരണത്തോടടുത്തുള്ള സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ അടുത്തേക്ക് വിളിച്ചു, ചെവിയിൽ എന്തോ പറഞ്ഞു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ വിഷമത്തോടു കൂടി കരഞ്ഞു. പ്രവാചകൻ വീണ്ടും അവരെ വിളിച്ചു, എന്തോ കാര്യം ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷിച്ചു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാനിത് ഫാത്തിമയോട് ചോദിച്ചു. അപ്പോൾ ഫാത്തിമ അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത്, ആദ്യം എന്നെ വിളിച്ചിട്ട് എന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രവാചകൻ ഉടനെ തന്നെ വഫാത്താകുന്ന സമയമായി എന്നാണ് പറഞ്ഞത്. ആ കേട്ട വിഷമത്തിലാണ് ഞാൻ കരഞ്ഞത്. അതിനുശേഷം വീണ്ടും എന്റെ പിതാവ് പ്രവാചകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടതിന് ശേഷം എന്റെ അടുക്കിലേക്ക് ആദ്യമായി വരുന്നത് ഫാത്തിമയായിരിക്കും. അതായത് പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം ആദ്യമായി മരണപ്പെട്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് കൂടെ കൂടുന്നത് ഫാത്തിമയായിരിക്കും എന്ന് പറഞ്ഞു.
ഇത് കേട്ട് സന്തോഷിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് 6 മാസങ്ങൾക്ക് ശേഷവും ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെടുകയാണ്. പിന്നെ ഏറ്റവും ഇളയത് അബ്ദുള്ള എന്ന മകനാണ്. അത് നുബൂവത്തിന് ശേഷമാണ് ഈ മകൻ ലഭിച്ചത്. ഈ മകൻ ജനിച്ചത് പ്രവാചകൻ നുബൂവത്ത് കിട്ടിയതിന് ശേഷം. ഈ മകന് തയ്യിബ് താഹിർ എന്ന് വിളിപ്പേരുണ്ട്. തയ്യിബ് താഹിർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ എന്നാണ് അർത്ഥം അറബി ഭാഷയിൽ. തയ്യിബ് എന്നതിനും താഹിർ എന്നതിനും ഏകദേശം ഒരേ അർത്ഥമാണ്. പരിശുദ്ധൻ എന്ന വിളിപ്പേരുണ്ട്. കാരണം നുബൂവത്തിന് ശേഷം ജനിച്ചതിന്റെ പേരിൽ സഹാബാക്കൾ പലരും ഈ മകനെ തയ്യിബ് താഹിർ എന്ന വിളിപ്പേരോടുകൂടി വിളിച്ചിരുന്നു. എന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ മകനും മരണപ്പെട്ടു പോയി. ഈ ഏഹ് ഈ മകൻ മരണപ്പെട്ട സമയത്ത് ഖുറൈശികൾ പരിഹസിച്ചിരുന്നു. ആസിബിന് വായിൽ എന്ന വ്യക്തി പ്രവാചകനെ കുറിച്ച് കളിയാക്കിയിരുന്നു. പ്രവാചകൻ ഇനി തലമുറ അറ്റവനാണ്, പ്രവാചകന്റെ തലമുറ ഇല്ലാതായി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രവാചകനെ കളിയാക്കിയിരുന്നു. കാരണം പ്രവാചകന് ആൺമക്കളൊന്നും ഉണ്ടായിരുന്നില്ല, ജീവിച്ചിരുന്നത് പെൺമക്കൾ മാത്രമാണ്. അറബികളുടെ രീതി, അന്നത്തെ രീതി അനുസരിച്ച് ആൺമക്കളിലൂടെ മാത്രമേ തലമുറ നിലനിൽക്കുകയുള്ളൂ എന്നൊരു ശൈലിയിൽ ജീവിച്ചിരുന്നവരായിരുന്നു. അപ്പോൾ പ്രവാചകനെ കളിയാക്കിയത് പ്രവാചകൻ വാലറ്റവനാണ്, പരമ്പരയറ്റവനാണ്, അബുത്തർ എന്ന പദമാണ് അതിനു വേണ്ടി ഉപയോഗിക്കുക. ഇങ്ങനെ വിളിച്ച് പരിഹസിച്ചിരുന്നു. ആ സന്ദർഭത്തിലാണ് അവർക്ക് മറുപടി ആയിക്കൊണ്ട് ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന സൂറത്ത് അവതരിക്കുകയുണ്ടായത്. അപ്പോൾ ചുരുക്കത്തിൽ പ്രവാചകന്റെ പ്രധാനപ്പെട്ട ഈ 6 മക്കൾ ഇവർ ഖദീജയിൽ നിന്നും ഉണ്ടായതാണ്. ഇതിൽപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെയാണ് പ്രവാചകന്റെ കുടുംബ പരമ്പര ഇന്ന് നിലനിൽക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ 2 മക്കളുണ്ട്, ഹസനുണ്ട്, ഹുസൈനുണ്ട്. അവരിലൂടെയാണ് പ്രവാചക കുടുംബ പരമ്പര ഇന്നും ലോകത്ത് നിലനിൽക്കുന്നത്. ഈ വിഷയം ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? അടുത്ത വിഷയത്തിലേക്ക് കടക്കാമല്ലോ. അടുത്തത് പ്രവാചകന്റെ യുവത്വ കാലഘട്ടത്തിൽ, നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് കഅബ പുനർനിർമ്മാണം. നമ്മള് പ്രീ ഇസ്ലാമിക് അറേബ്യനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ, അറേബ്യ ഇസ്ലാമിന് മുമ്പ് എന്ന ആ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഅബ എന്നത് മുഴുവൻ അറബികളുടെയും കേന്ദ്രമായിരുന്നു. മുഴുവൻ അറബികളും ഭവ്യതയോടുകൂടി അങ്ങേയറ്റം ആദരവോടുകൂടി കണ്ടിരുന്ന ഒരു ഭവനമായിരുന്നു കഅബ. കഅബയുള്ളതിന്റെ പേരിലാണ് മക്കൾക്ക് ആ ഒരു പ്രൗഢിയും പ്രാധാന്യതയും ലഭിച്ചത്. സാമ്പത്തികമായും അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ മക്ക വളരെ ദുർബലമായ പ്രദേശമായിരുന്നു. അതായത് മക്കയിൽ വേണ്ടത്ര റിസോഴ്സുകൾ, വിഭവങ്ങൾ ലഭ്യമായിരുന്നില്ല. താമസത്തിനും ബുദ്ധിമുട്ടായിരുന്നു. ആകെ വെള്ളം ലഭിക്കുന്നതിനായി സംസം കിണർ മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, താമസിക്കാൻ പ്രയാസങ്ങൾ ഉള്ള സ്ഥലമായിരുന്നിട്ട് പോലും കഅബയുടെ ബർക്കത്തിനുള്ളതിന്റെ പേരിലാണ് മക്കയിൽ ജനജീവിതം പച്ചപിടിച്ചിരുന്നത് എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയുമാണ് കഅബ നിർമ്മിച്ചത്. ഇക്കാര്യം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് കഅബയെ അറബികൾ വേണ്ടതുപോലെ പരിപാലിച്ചു പോന്നു. എന്നാൽ പ്രവാചകന്റെ കാലമായപ്പോൾ ഒരുപാട് കാലപ്പഴക്കങ്ങൾക്ക് പേരിൽ 1000-1500 വർഷങ്ങളോളം കഅബ അങ്ങനെ നിലനിൽക്കുകയായിരുന്നു. കഅബക്ക് പല കേടുപാടുകളും സംഭവിച്ചിരുന്നു. അതിൽ ഒന്നാമതായിട്ട് പലപ്പോഴും തീപിടുത്തം വരാറുണ്ട്. അപ്പോൾ അന്ന് വീടുകൾ കഅബയോട് ചേർന്നാണ്. നമ്മളൊന്ന് തവാഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ വീടുകൾ തിങ്ങിയിരിക്കുകയാണ്. കാരണം കഅബക്ക് ചുറ്റുമുള്ള ഒരു പ്രദേശം മാത്രമാണ് സമനിരപ്പായിട്ടുള്ളത്. ബാക്കിയെല്ലാം വളരെ സ്റ്റീപ്പായിട്ടുള്ള, വളരെ കുത്തനെയുള്ള കുന്നുകളാണ് ചുറ്റുഭാഗത്ത്. അപ്പൊ അതിന്റെ പേരിൽ ആ കഅബയോട് ചേർന്ന് ഒരുപാട് വീടുകൾ ഉണ്ടായി. പല വീടുകളുടെയും ഭിത്തി ചാരി അല്ലെങ്കിൽ മേൽക്കൂര ചാരി വെച്ചിരിക്കുന്നത് കഅബയുടെ ഭിത്തിയിലായിരിക്കും. അത്രത്തോളം ചേർന്നായിരുന്നു. മാത്രമല്ല പല വീടുകളുടെയും വാതിൽ തുറന്നിറങ്ങുന്നത് കഅബയുടെ ഭിത്തിക്ക് മുന്നിലേക്കായിരിക്കും. ചിലപ്പോഴൊക്കെ ഈ കഅബയുടെ
അടുത്ത് താമസിക്കുന്ന ആളുകൾ പലപ്പോഴും ഭക്ഷണം പാചകം ചെയ്യും. അപ്പോൾ കാബയുടെ ഭിത്തിയോട് ചേർന്ന സ്ഥലത്തായിരിക്കും പാചകം ചെയ്യുക. പലപ്പോഴും അങ്ങനെ വരുമ്പോൾ, മാത്രമല്ല അക്കാലം മുതൽ കാബയുടെ ചുറ്റും ആ കില്ല പുതപ്പിക്കുന്ന ഒരു പ്രവണത അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇന്നുമുണ്ട് കില്ല പുതപ്പിക്കുന്നത്. കിസ്വ എല്ലാ വർഷവും കാബയ്ക്ക് ചുറ്റുമുള്ള ഒരു തുണി ഉണ്ടല്ലോ ഭംഗിക്ക് വേണ്ടിയുള്ള, അത് പഴയ കാലം മുതലുണ്ട്. പലപ്പോഴും തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ കിസ്വ കത്തിപ്പോകുമായിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, മക്ക ചുറ്റും മലകളാണ്. നടുഭാഗത്താണ് കാബകളുടെ. ആ കാബയുടെ ഭാഗം മാത്രമാണ് സമനിരപ്പായത്. പലപ്പോഴും നല്ലൊരു മഴ പെയ്യുമ്പോൾ തന്നെ മഴ പെയ്യുന്ന മുഴുവൻ ജലവും മലയിൽ നിന്ന് ഒലിച്ച് ആ കാബ നിൽക്കുന്ന മക്കയുടെ മധ്യഭാഗത്തേക്ക്, സെന്ററിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. അപ്പോൾ പലപ്പോഴും മഴ പെയ്യുമ്പോൾ കാബയ്ക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുമായിരുന്നു. നല്ല പൊക്കത്തിൽ വെള്ളം വരുമായിരുന്നു. ഈ നമ്മുടെ ഈ ആധുനിക കാലത്ത് തന്നെ 1950-60 കാലഘട്ടങ്ങളിലൊക്കെ ഇന്നും ഫോട്ടോ ലഭ്യമാണ് ഗൂഗിളിലൊക്കെ. അതായത് ആളുകൾ നീന്തിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന ഫോട്ടോ, നീന്തിക്കൊണ്ട് തവാഫ് ചെയ്യുന്നു. കാരണം കാബയ്ക്ക് ചുറ്റും ഒരാൾ പൊക്കം വെള്ളം കെട്ടി നിൽക്കും നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ. അപ്പോ അങ്ങനെ ഒരുപാട് പ്രളയങ്ങൾ ഇങ്ങനെ വരുന്നതിന്റെ പേരിൽ, വർഷം ഇതേപോലെ വെള്ളക്കെട്ടുകളൊക്കെ വരുന്നതിന്റെ പേരിൽ കാബയുടെ ഭിത്തിക്ക് ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ചിരുന്നു. അപ്പോൾ ഇതുമൂലം ഖുറൈശികൾക്ക് കാബ പുനർനിർമ്മിക്കാൻ ആഗ്രഹം വന്നു. തീപിടുത്തവും നമുക്ക് കാണാൻ സാധിക്കും. തീപിടുത്തവും ജലപ്രളയവും മൂലം നല്ലതുപോലെ കേടുപാടുകൾ സംഭവിച്ചിരുന്നതിനാൽ കാബാലയം പൊളിച്ചു പുതുക്കി പണിയാൻ ഖുറൈശികൾ യോഗം കൂടി തീരുമാനിച്ചു. ഖുറൈശികൾ, നമുക്കറിയാം, അവിടെ ഒരു രാജാവോ ഒരൊറ്റ നേതാവൊന്നുമില്ല. ഖുറൈശികൾ പല പല ഉപഗോത്രങ്ങളായി താമസിക്കുകയാണ്. അതിൽ ഓരോ ഗോത്രങ്ങളും പല പല ഉത്തരവാദിത്തങ്ങൾ വീതിച്ചെടുത്തിരിക്കുകയാണ്. നമ്മൾ പ്രീ ഇസ്ലാം അറേബ്യ ഇസ്ലാമിന് മുമ്പെന്ന വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഖുറൈശികൾ കാബ പുനർനിർമ്മാണം ഒരുമിച്ച് കൂടി ആലോചിക്കുന്നു. നമുക്ക് നിർമ്മിക്കണോ വേണ്ടയോ, നിർമ്മിക്കണമെങ്കിൽ എങ്ങനെ നിർമ്മിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യോഗം കൂടി അങ്ങനെ തീരുമാനമെടുത്തു, കാബ നമുക്ക് പുനർനിർമ്മിക്കാമെന്ന്. എന്നാൽ അവിടെ ഒരു പ്രശ്നം വന്നു. പ്രവാചകന്മാർ നിർമ്മിച്ച പുരാതന ഭവനം പൊളിക്കാൻ അവർ ഭയന്നു. അതായത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പണി കഴിപ്പിച്ചതാണ്. അതിനുശേഷം പിന്നീട് ഏതെങ്കിലും തവണ പുതുക്കി പണിതിട്ടുണ്ടോ എന്നത് ചരിത്രത്തിൽ വ്യക്തമായ രേഖകളില്ല. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും പണിത് എന്നതിന് വ്യക്തമായ രേഖകളുണ്ട്. അതിനുശേഷം പിന്നെ പ്രവാചകന്റെ കാലത്ത് ഖുറൈശികൾ പുനർനിർമ്മിച്ചു എന്നതിന് രേഖയുണ്ട്. ഇതിന്റെ ഇടയിലുള്ള കാലഘട്ടത്തിൽ കാബയുടെ പുനർനിർമ്മാണം നടന്നിട്ടുണ്ടോ എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വേണ്ടത്ര രേഖകളിൽ ലഭ്യമല്ല. എങ്ങനെയാണെങ്കിലും കാബ പുനർനിർമ്മിക്കുമ്പോൾ കാബ പൂർണ്ണമായി പൊളിച്ചു മാറ്റി നിർമ്മിക്കാനാണ് ഖുറൈശികൾ ഉദ്ദേശിച്ചത്. എന്നാൽ അവർ അതിന് ഭയപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവാചകന്മാർ നിർമ്മിച്ച കെട്ടിടമാണ്. അപ്പോൾ ഈ ഒരു കെട്ടിടം പൊളിക്കുന്നതിന് അവർക്ക് എന്തായി തോന്നി? വളരെ ബുദ്ധിമുട്ടായി തോന്നി. കാരണം അവർ ഇത്രയും വർഷം അവരുടെ പുരാതനമായ അവരുടെ പൂർവ്വ പിതാക്കന്മാർ പരിപാലിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിനെ ഒരു ദിവസം തന്നെ തല്ലിപ്പൊളിച്ച് പുതിയൊരെണ്ണം പണിയിൽ അവർക്ക് മാനസികമായിട്ട് വളരെ വിഷമം വന്നു. ആ സന്ദർഭത്തിലാണ് മക്കയിലെ പൗരപ്രമുഖനായ വലീദ് ഇബ്നു മുഗീറ ഖുറൈശികൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് ആദ്യം പൊളിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞു, ഖുറൈശികളോട് വന്ന് പറഞ്ഞു, നിങ്ങൾ ഈ പൊളിക്കുന്നത് കൊണ്ട് ഉദ്ദേശം നിങ്ങൾക്ക് പുനർനിർമ്മാണമാണല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല. മാത്രമല്ല ഖുറൈശികൾ ഭയന്നിരുന്നു, കാബ പൊളിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ വരുമോ എന്ന പല സംശയങ്ങളും ഭയവും ഖുറൈശികൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ വലീദ് ഇബ്നു മുഗീറ ഖുറൈശികൾക്ക് ധൈര്യം കൊടുത്തു. ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങൾ ഈ പൊളിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം പുതുക്കി പണിയലാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരൂല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ സ്വയം ആദ്യമായി പൊളിച്ചു തുടങ്ങി. അങ്ങനെ അതിനുശേഷം പിന്നീട് ബാക്കി എല്ലാവരും കൂടി എന്ത് ചെയ്തു? കാബ പൊളിച്ചു. അന്ന് കാബയുടെ അളവ് ഇതായിരുന്നു: 7 മുഴം ഉയരത്തിൽ. 7 മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-12 അടി ഉയരത്തിലാണ് കാബയുടെ അന്നത്തെ പൊക്കം. അക്കാലത്ത് ഖുറൈശികൾ ആ പുതുക്കി പണിയുന്ന സമയത്ത് പഴയ കാബയുടെ ഉയരം 7 മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12ഓളം അടി ഉയരത്തിലാണ്. കല്ലുകൾ അടുക്കി ദീർഘചതുരാകൃതിയിലായിരുന്നു. ദീർഘചതുരാകൃതി എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഷേപ്പ്. ഇന്ന് കാബ സ്ക്വയർ ഷേപ്പാണ്, റെക്ടാങ്കുലർ ഷേപ്പാണ്. ദീർഘചതുരാകൃതിയിലായിരുന്നു കാബ നിർമ്മിച്ചിരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ വിഷയം? അതായത് ഇന്ന് കാണുന്നതിനേക്കാൾ വലിപ്പം, അതായത് ഏരിയ കൂടുതലുണ്ടായിരുന്നു അന്ന് കാബയ്ക്ക്. ഇന്ന് ഏരിയ കുറവാണ്. ഇന്നത് സ്ക്വയർ ആക്കി, റെക്ടാങ്കിൾ ആയിരുന്നു. അതിന്റെ വീതി പഴയ പോലെ തന്നെയുണ്ട്, നീളം കുറച്ചു. അപ്പൊ നീളം കുറച്ചപ്പോ കാബ കറക്റ്റ് നീളം കൂടുതലായിരുന്നു, വീതി കുറവായിരുന്നു.
നീളം കുറച്ചപ്പോ നീളവും വീതിയും ഒരേപോലെയായി സ്ക്വയർ ഷേപ്പിൽ വന്നു, സമചതുരാകൃതിയിലായി. വിഷയം ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് ഉസ്താദെ. 9 മുഴ ഉയരത്തിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആ 9 മുഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം 10-12 അടി വരും, 12 അടിയോളം വരും. ഫീറ്റ് അവർ. മുഴം എന്ന് പറയുമ്പോൾ കൈ കൊണ്ടുള്ള അളവാണ്. മനസ്സിലാണോ? മുഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ടുള്ള അളവാണ്. ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസ് ആണ് ഒരു മുഴം എന്ന് പറഞ്ഞാൽ. അത് ഇന്ന് അത് ഒരു മെഷർമെന്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. അതിനെ നമ്മൾ ഫീറ്റിലേക്ക്, അടിയിലേക്ക് കണക്ക് കൂട്ടുമ്പോൾ അത് ഏകദേശം ഒരു 12 അടിയോളം വരും ഉയരം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? മാത്രമല്ല ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഖുറൈശികൾക്ക് കല്ലുകൊണ്ട് കെട്ടിടം നിർമ്മിക്കുന്ന ഒരു അവസ്ഥ ഖുറൈശികൾക്കില്ല. പ്രീ ഇസ്ലാമിക് അറേബ്യയുടെ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഖുറൈശികൾക്ക് ആർക്കിടെക്ചറിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, എങ്ങനെ നിർമ്മിക്കണമെന്നുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ഖുറൈശികൾക്ക് ആകെ നിർമ്മിക്കാൻ അറിയാവുന്നതെന്ന് വെച്ചാൽ ഈന്തപ്പനയുടെ തടികളുണ്ട്, ആ തടികൾ നിലത്ത് കുത്തി നിർത്തുക, എന്നിട്ട് ആ ചേർത്ത് ഇങ്ങനെ അടുക്കി കുത്തി നിർത്തും. അതിനുശേഷം അതിന്റെ പുറത്ത് ചെളിയും അതേപോലെ തന്നെ ഒരു തരം പുല്ലും കൂടി കുഴച്ച് അതിന്റെ ഭിത്തിയായിട്ട് അതിങ്ങനെ മെഴുകും, അതിങ്ങനെ തേച്ച് വെക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ ഈന്തപ്പന ഓല കൊണ്ടുള്ള മേൽക്കൂര. ഇതാണ് ഖുറൈശികൾക്ക് ആകെ, ഖുറൈശികൾക്കല്ല, മുഴുവൻ അറബികൾക്ക് നിർമ്മിക്കാൻ അറിയാവുന്ന ഇതാണ്. കല്ലടക്കി വെച്ചുള്ള ഒരു നിർമ്മാണം അറബികൾക്കൊന്നും അറിയില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ അക്കാലത്ത് സിറിയയിലും അതേപോലെ തന്നെ അന്ന് റോമൻ നാഗരികതകളുള്ള, റോമൻ സിവിലൈസേഷൻസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം നല്ലതുപോലെ ആർക്കിടെക്ചർ ഒക്കെ നല്ലതുപോലെ പ്രചാരത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പേർഷ്യൻ, അന്നത്തെ ഇറാനിലും അതേപോലെ അന്നത്തെ റോമിലൊക്കെ ഇതേപോലെയുള്ള കല്ലുകൾ കൊണ്ടുള്ള നിർമ്മിതികൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ അറേബ്യയിൽ കല്ലുകൊണ്ടുള്ള നിർമ്മിതികൾ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായത് കഅബയാണ്, അതും പുരാതനമായതാണ്. ഖുറൈശികൾക്കൊന്നും അറബികൾക്കൊന്നും കല്ലുകൊണ്ടുള്ള നിർമ്മാണമൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിചയമില്ലാത്തതിന്റെ പേരിൽ അവർ റോമിൽ നിന്നും വന്ന ബാക്കൂം എന്ന് പേരുള്ള നിർമ്മാണ വിദഗ്ധനെയാണ് ഖുറൈശികൾ പണിയുടെ മേൽനോട്ടം ഏൽപ്പിച്ചത്. സ്വന്തമായി പണി എങ്ങനെയാണ് അതിന്റെ ഡിസൈനോ അല്ലെങ്കിൽ അതിന്റെ കണക്കുകളോ കാര്യങ്ങളോ വെയിറ്റ് ബാലൻസ് ഒന്നും അറിയാത്തതിന്റെ പേരിൽ ഖുറൈശികൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉത്തരവാദിത്തം എന്ന രീതിയിൽ ഒരു എഞ്ചിനീയർ എന്ന രീതിയിൽ ഏൽപ്പിച്ചത് റോമിൽ നിന്നും വന്ന ബാക്കൂം എന്ന വ്യക്തിയെയാണ്. ബാക്കൂം എന്ന വ്യക്തിനെ അവർ വിളിച്ചു വരുത്തിയതല്ലാതാണ് പറയുക, യാദൃശ്ചികമായി അദ്ദേഹം അവിടെ എത്തിയതാണ്. അതായത് അന്ന് ബൈസാന്റിയൻ സാമ്രാജ്യം, അതായത് റോമൻ സാമ്രാജ്യം, ആ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ആശ്രിതരായിട്ടാണ് അന്ന് യമനിലുള്ള ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നത്. 2 ക്രിസ്ത്യാനികളായിരുന്നു. അതേപോലെ തന്നെ എത്യോപ്യയിലും ഈ ബൈസാന്റിയൻ സാമ്രാജ്യത്തിന് ആശ്രിതരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബൈസാന്തിയൻ സാമ്രാജ്യം അവിടെ യമനിലോ അല്ലെങ്കിൽ എത്യോപ്യയിലോ അവർക്കൊരു ചർച്ച് പണിയാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടി അവര് റോമൻ സാമ്രാജ്യം ഫണ്ട് ചെയ്തു. അങ്ങനെ ചെങ്കടലിലൂടെ കപ്പലിൽ അതിനാവശ്യമുള്ള സാമഗ്രികളെയും വസ്തുക്കളും റോ മെറ്റീരിയൽസും അതേപോലെ തന്നെ നന്നായിട്ട് നിർമ്മിക്കാൻ ആവശ്യമായ തൊഴിലാളികളെയും അവർ കപ്പലിൽ അയക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ യാദൃശ്ചികമായി കപ്പലിന് കേടുപാട് വന്നു, കപ്പൽ ജദ്ദ തുറമുഖത്തിൽ വന്ന് അടിയുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് യാദൃശ്ചികമായ ആ സമയത്ത് ബാക്കൂം എന്ന ഈ ഒരു വ്യക്തി അറേബ്യയിൽ ഉണ്ടാകുകയും അങ്ങനെ ഖുറൈശികൾ അദ്ദേഹത്തെ വിളിച്ച് ഈ പണി ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. വിഷയം മനസ്സിലാകുന്നുണ്ടല്ലോ? ഇപ്പൊ ബാക്കൂം എന്ന വ്യക്തിയാണ് അന്ന് ഖുറൈശികൾ കഅബയുടെ പുനർനിർമ്മാണത്തിനുള്ള ആ ഒരു മേൽനോട്ടം ഏൽപ്പിച്ചത്. പിന്നീട് നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം 4 ഭിത്തികളാണ് ഉള്ളത്. 4 ഭിത്തികളും ഖുറൈശി ഗോത്രങ്ങളിലെ ഓരോ കുടുംബങ്ങൾക്കിടയിലും വീതം വെച്ചു. 4 ഭിത്തിയുണ്ട്. 4 ഭിത്തിനെ ഓരോ കുടുംബങ്ങൾക്കിടയിലും വീതം വെച്ചു. ഖുറൈശികൾക്കുള്ളിൽ തന്നെയുള്ള കുടുംബങ്ങളുണ്ട്. ബനു ഹാഷിം ഉണ്ട്, അതേപോലെ തന്നെ ബനു അബ്ദു മനാഫ് ഉണ്ട്, അതേപോലെ തന്നെ ബനു മഖ്സൂം ഉണ്ട്. ഇങ്ങനെയുള്ള പല പല കുടുംബങ്ങൾക്കിടയിലും വീതം വെച്ചു. ബനു അബ്ദു മനാഫിന്റെ പെട്ട ഖുറൈശികളിൽപ്പെട്ട ബനു അബ്ദു മനാഫിൽപ്പെട്ട ഒരു ഉപഗോത്രമാണ് ബനു ഹാഷിം. അപ്പോൾ ബനു അബ്ദു മനാഫിനും ഒരു ഭിത്തിയുടെ ഉത്തരവാദിത്തം കിട്ടി. തൊട്ടു ചേർന്നുള്ള ഭിത്തിയുടെ ഉത്തരവാദിത്തം ബനു മഖ്സൂം കുടുംബത്തിനാണ് കിട്ടിയത്. ഇതെല്ലാം ഖുറൈശികൾ തന്നെയാണ് കേട്ടോ.
ഇപ്പൊ പ്രവാചകനും ഉൾപ്പെടുന്ന ബനു ഹാഷിം ബനു അബ്ദു മനാഫിന്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഭിത്തിയും ഓരോ കുടുംബക്കാർക്ക് വീതം വെച്ചു കൊടുത്തു. കാരണം ഓരോരുത്തർക്കും ആവേശമുണ്ട്, ഞങ്ങളും പണിയണം. മാത്രമല്ല ഇവർക്ക് കല്ലുകൾ ചുമന്നു വരേണ്ട ആവശ്യമുണ്ട്. കല്ലുകൾ, നല്ല ഭാരമേറിയ കല്ലുകൾ, പുതിയ കല്ലുകൾ കൊണ്ടുവന്ന് സ്ഥാപിക്കണം. അപ്പോൾ അതിന് നല്ല വാക്കൂം എന്ന ഒരാളെ കൊണ്ട് സാധിക്കൂല. അദ്ദേഹം മേൽനോട്ടം മാത്രം വഹിക്കുന്നുള്ളൂ. പണികളൊക്കെ ചെയ്യുന്നത് ഖുറൈശികൾ സ്വയം തന്നെയാണ്. പ്രവാചകനും ഈ നിർമ്മാണത്തിൽ പങ്കുചേർന്നിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രവാചകന്റെ കുടുംബമായ ബനു അബ്ദു മനാഫിനും അതേപോലെ തന്നെ മറ്റൊരു കുടുംബമായ ബനു മഖ്സൂമിനും തൊട്ടടുത്തുള്ള മൂലകളാണ് കിട്ടിയത്. തൊട്ട് മുട്ടി നിൽക്കുന്ന രണ്ട് ഭിത്തികളാണ് കിട്ടിയത്. അതേപോലെ തന്നെ ഈ ബനു അബ്ദു മനാഫും അതേപോലെ തന്നെ ബനു മഖ്സൂമിന്റെയും കൂടി രണ്ട് ഭിത്തികൾ ചേരുന്ന ആ ഒരു മൂല, ആ ഒരു കോണിലായിരുന്നു, ആ ഒരു കോർണറിലായിരുന്നു ഹജറുൽ അസ്വദ് സ്ഥാപിക്കേണ്ടത്, ഹജറുൽ അസ്വദിന്റെ സ്ഥാനം. ഇപ്പോ പണി ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കല്ലുകളൊക്കെ ചുമന്നുകൊണ്ട് വന്നു. പ്രവാചകന്റെ പിതൃ സഹോദരന്മാർ, പിതാവിന്റെ സഹോദരന്മാര് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഹംസ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ താലിബ് മുതലായവരൊക്കെ അതില് സ്വയമായി അവര് കല്ലുകൾ ചുമന്നുകൊണ്ട് വന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നു. നിർമ്മാണം മുന്നോട്ട് നീങ്ങി. ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലം എത്തിയപ്പോൾ പ്രശ്നം വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഹജറുൽ അസ്വദ് ഒരു മൂലയിലാണ്, കോർണറിലാണ് വരുന്നത്. ഭിത്തികൾ വീതം വെച്ചേക്കാണ്. അപ്പോൾ ഹജറുൽ അസ്വദ് നിൽക്കുന്ന ഉള്ള ആ ഒരു കോൺ, ആ ഒരു കോർണറിന്റെ ഒരു വശത്ത് ബനു മഖ്സൂം കുടുംബക്കാരും ഇപ്പുറവശത്ത് ബനു അബ്ദു മനാഫുകാരുമാണ്. ഹജറുൽ അസ്വദ് എടുത്ത് വെക്കേണ്ട സമയമായപ്പോൾ രണ്ടു കൂട്ടരും പറഞ്ഞു ഇത് ഞങ്ങളുടെ ഓഹരിയാണ്, ഞങ്ങളാണ് വെക്കേണ്ടത്. രണ്ടു കൂട്ടരും വാശി പിടിച്ചു. രണ്ടു കൂട്ടരും പറഞ്ഞു ഞങ്ങൾക്ക് വേണം. വിഷയം മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് പ്രശ്നം അവിടെ നിന്നാ തുടങ്ങിയത്. അതായത് ഖുറൈശികൾ കഅബ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ വ്യക്തികളെയും ഖുറൈശികളിൽ തന്നെയുള്ള ഓരോ ഗോത്രങ്ങൾക്കിടയിൽ വീതം വെച്ചു. അങ്ങനെ ബനു അബ്ദു മനാഫിന് ഒരു ഭിത്തി കിട്ടി. അതേപോലെ തന്നെ ബനു മഖ്സൂമിന് മറ്റൊരു ഭിത്തി കിട്ടി. അതേപോലെ തന്നെ ബനു അബ്ദിദ്ദാറുണ്ട്, മറ്റൊരു കുടുംബം, അവർക്കും അടുത്തൊരു ഭിത്തി കിട്ടി. അതേപോലെ തന്നെ ബനു അദി ഉണ്ട്, വേറൊരു കുടുംബം, അവർക്കും മറ്റൊരു ഭിത്തി കിട്ടി. ഇങ്ങനെ 4 ഭിത്തികൾ വീതം വെച്ചിട്ടാണ് അവര് കല്ലുകൾ കൊണ്ടുവരികയും എടുത്തു വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ബനു അബ്ദു മനാഫിന്റെയും ബനു മഖ്സൂമിന്റെ 2 ഭിത്തികൾ ചേരുന്ന ആ ഒരു കോർണറിലായിരുന്നു ഹജറുൽ അസ്വദിന്റെ സ്ഥാനം. അപ്പോൾ നിർമ്മിച്ച ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലമായപ്പോൾ, അതായത് ഹജറുൽ അസ്വദിന്റെ ആ ഒരു സ്ഥലം എത്തിയപ്പോൾ രണ്ട് കുടുംബക്കാരും ഈ ഒരു ഹജറുൽ അസ്വദ് പ്രതിഷ്ഠിക്കേണ്ട, കാരണം അവർക്ക് ബിംബാരാധന കടന്നുകൂടിയിരിക്കുകയാണ്. ബിംബാരാധന, അപ്പൊ ഹജറുൽ അസ്വദിനെയൊക്കെ അവരൊരു ബിംബം പോലെയൊക്കെ സങ്കല്പിക്കുന്ന ഒരു അവസ്ഥ വരെയാണ്. അപ്പോൾ ആ ഒരു പ്രതിഷ്ഠ ഞങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നൊരു വാദം അവർക്ക് വന്നു, ഒരു വാശി അവർക്ക് വന്നു. രണ്ടു കൂട്ടരും അതിനുവേണ്ടി മത്സരിച്ചു. മാത്രമല്ല ഇവർ രണ്ടുപേരും കലഹിക്കുന്നത് കണ്ടപ്പോൾ മറ്റു രണ്ടുപേരും സൈഡ് പിടിച്ചു. ഒരു കുടുംബം മറ്റവരുടെ കൂടെ കൂടി, മറ്റേ കുടുംബം ഇവരുടെ കൂടെ കൂടി. അല്ലെങ്കിൽ അവർ ചില ആൾക്കാർ പറയാൻ തുടങ്ങി ഇത് നിങ്ങൾ രണ്ട് കുടുംബക്കാര് മാത്രം വെക്കേണ്ട കാര്യമല്ല, ഞങ്ങൾക്ക് കൂടി ഇത് വെക്കാനുള്ള അവകാശം കിട്ടണം. കാരണം ഞങ്ങളും കാവ പണിയുന്നുണ്ട്. ഹജറുൽ അസ്വദ് ഉള്ള ഭിത്തി നിങ്ങൾ രണ്ട് കൂട്ടർ മാത്രം വീതിച്ചെടുക്കുകയും മറ്റു ഹജറുൽ അസ്വദ് ഇല്ലാത്ത ഭിത്തി ഞങ്ങൾക്ക് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അവര് പ്രശ്നത്തിലേക്ക് വന്നു. മാത്രമല്ല ഇത് ജാഹിലിയ കാലഘട്ടമാണ്. ജാഹിലിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കേസുകൾക്ക് ഒരു യുദ്ധം ചെയ്യുമായിരുന്നു. ഒരാളുടെ ഒട്ടകം മറ്റൊരാളുടെ ഒട്ടകത്തെ ഒരു ചവിട്ടി, അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് അവർ യുദ്ധം ചെയ്യുമായിരുന്നു. മാത്രമല്ല ഇത് കാബയുടെ നിർമ്മാണമാണ്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം, അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ പങ്കുചേരുക എന്നത് അവർക്ക് ഓരോരുത്തർക്കും നിർബന്ധമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പ്രശ്നം വന്നു. കാബ നിർമ്മാണം സ്റ്റോപ്പായി അവിടെ. കാരണം ഇനി ഹജറുൽ അസ്വദ് വെച്ചാൽ ഇനി മുമ്പോട്ട് പണിയാൻ പറ്റുള്ളൂ. മാത്രമല്ല എല്ലാവരും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർക്ക് പണിയുക എന്ന ഒരു ശ്രദ്ധ, ആ ഒരു ചിന്ത വിട്ടിട്ട് പരസ്പരം കലഹിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നത്തിന് കാരണമാകാതെ 4 ദിവസം കടന്നുപോയി. കാബ തുടങ്ങി, നിർമ്മാണം പകുതിയായി, പക്ഷെ നിർമ്മാണം സ്റ്റോപ്പായി. 4 ദിവസത്തോളം കടന്നുപോയി. ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്നതിനുള്ള അവകാശം കിട്ടിയില്ലെങ്കിൽ മരണം വരെ പോരാടും എന്ന് ബനു അബ്ദിദ്ദാറും ബനു അദി എന്നീ കുടുംബങ്ങൾ രക്തത്തിൽ കൈമുക്കി ശപഥം ചെയ്തു. അതായത് ഒരു യുദ്ധം തുടങ്ങാൻ വേണ്ടിയുള്ള ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് അറബികൾ
അക്കാലത്ത് ജാഹിലിയ കാലത്ത് അവര് വെല്ലുവിളിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടാണ്. സാധാരണ മനുഷ്യ രക്തത്തിലാണ് കൈമുക്കാറ്. ചിലപ്പോഴൊക്കെ അവര് ഒട്ടകത്തിന്റെ രക്തത്തിലായിരിക്കും കൈമുക്കുക. ഇതിപ്പോ ഒട്ടകത്തിന്റെ രക്തത്തിലാണ് കൈമുക്കണത്. അതായത് ഈ ശപഥം എന്ന് പറഞ്ഞാൽ ഇതവര് ചെയ്തില്ലെങ്കിൽ, ശപഥം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പാലിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അവര് രക്തത്തിൽ കൈമുക്കി പരസ്പരം അവർ പ്രതിജ്ഞ ചെയ്തു, ശപഥം ചെയ്തു, ഞങ്ങൾക്ക് ഹജറുൽ അസ്വദ് വെക്കാനുള്ള അവകാശം ഞങ്ങൾക്കും കൂടി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിൽ ഞങ്ങൾ മരണം വരെ പോരാടുമെന്ന് അവര് രക്തത്തിൽ കൈമുക്കി മറ്റു രണ്ട് ഗോത്രങ്ങളും കൂടി ശപഥം ചെയ്തു. ആദ്യം കലഹിക്കാൻ തുടങ്ങിയത് ബനു അബ്ദി മനാഫും അതേപോലെ തന്നെ ബനു മഖ്സൂമുമായിരുന്നു. ഇതേ പ്രശ്നത്തിലേക്ക് തന്നെ മറ്റു രണ്ട് ഗോത്രങ്ങളോട് കൂടി പങ്കുചേർന്നു. അങ്ങനെ പ്രശ്നം അങ്ങേയറ്റം ഗുരുതരമായി. വിഷയം മനസ്സിലാകുന്നുണ്ടല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട് സാറേ. ഓക്കെ അല്ലേ? പിന്നീട് ആ പ്രശ്നത്തിന് പരിഹാരമാകുന്നുണ്ട്. 5-ാമത്തെ ദിവസമാണ് അതിന് പരിഹാരം ആകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം പ്രശ്നങ്ങളുടെ പോക്ക് കണ്ടപ്പോൾ യുദ്ധത്തിലേക്ക് ആണ് പോകുന്നത്, യുദ്ധത്തിൽ പോയി അവസാനിക്കും എന്ന് ഒരു സ്ഥിതി വന്നപ്പോൾ അക്കാലത്ത് നമുക്ക് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അബൂ ഉമയ്യ ബിൻ മുഗീറ എന്ന വ്യക്തിയായിരുന്നു. അന്ന് മക്കയിൽ ഏറ്റവും പ്രായം കൂടുതലുള്ളത് അബൂ ഉമയ്യ ബിൻ മുഗീറ എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹം ഏറ്റവും മുതിർന്ന വ്യക്തിയാണ്. അദ്ദേഹം വന്നു. എന്നിട്ട് അദ്ദേഹം ഖുറൈശികളോട് നിർദ്ദേശിച്ചു, നിങ്ങൾക്ക് സുസമ്മതനായ, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതിക്കാവുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ സമ്മതിക്കാവുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കിടയിൽ നിങ്ങൾ മധ്യസ്ഥനായി തീരുമാനിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആ മധ്യസ്ഥനെ മുൻനിർത്തി നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറഞ്ഞു. അതായത് അദ്ദേഹം അത് ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങൾക്കിടയിൽ നല്ലൊരു വിധികർത്താവിനെ, നിങ്ങൾക്ക് എല്ലാവരും സമ്മതിക്കുന്ന, പക്ഷാപാതിത്വമില്ലാത്ത, ബയസ്ഡ് അല്ലാത്ത ഒരു വിധികർത്താവിനെ നിങ്ങൾ തീരുമാനിക്കണമെന്ന് അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ മുതിർന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എല്ലാ കുടുംബക്കാരെല്ലാവരും അതിനെ സമ്മതിച്ചു. എന്നിട്ട് അപ്പോൾ ഇനിയൊരു വിധികർത്താവിനെ എങ്ങനെ തീരുമാനിക്കും? അപ്പോൾ അവർ പറഞ്ഞു, ഇനിയിപ്പോ എല്ലാവരും പള്ളിയുടെ ചുറ്റും ഇരിക്കുകയാണ്, ഈ പള്ളിയിലേക്ക് ഇനി ആദ്യമായി കടന്നു വരുന്ന വ്യക്തി നമുക്ക് വിധികർത്താവാക്കാം എന്നവർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. പള്ളിയിലേക്ക് ഇനി ആദ്യമായി ആര് കടന്നു വന്നോ ആ വ്യക്തി നമുക്ക് ആരാക്കാം, നമ്മുടെ ഇടയിൽ മധ്യസ്ഥനാക്കാം എന്നവർ തീരുമാനിച്ചു. പക്ഷെ യാദൃശികമായി ഇതിനുശേഷം ആദ്യമായി അങ്ങോട്ട് കടന്നു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ഈ പറഞ്ഞു ആരാണ് വരുന്നത് നോക്കി കാത്തിരിക്കുകയാണ് മധ്യസ്ഥനാക്കാൻ വേണ്ടി. കടന്നു വന്നത് യാദൃശികമായിട്ട് ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതോടുകൂടി തന്നെ അവർക്ക് സന്തോഷമായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലത്ത് അല്ലമി എന്ന് വിളിക്കപ്പെട്ടിരുന്നു. സ്വഭാവത്തിന്റെ അങ്ങേയറ്റം സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു. മക്കയിൽ അന്ന് പ്രവാചകൻ അത്ര സ്വഭാവ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പ്രവാചകൻ പക്ഷാപാതിത്വം ഉണ്ടായിരുന്നില്ല. അതായത് സ്വന്തം കുടുംബമാണെന്നോ മറ്റേ ആള് വേറെ കുടുംബത്തിൽപ്പെട്ടതാണെന്നോ എന്നൊരു പ്രത്യേക ഒരു തരംതിരിവ് പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി എല്ലാവരെയും ഒരേ രീതിയിൽ നോക്കിക്കണ്ടിരുന്നു. അപ്പോൾ യാദൃശികമായി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ അന്ന് പ്രവാചകനായിട്ടില്ല കേട്ടോ. അന്ന് എല്ലാവർക്കും സമ്മതനാണ്, എല്ലാവരും അല്ലമി എന്ന് വിളിക്കുന്നു. പ്രവാചകൻ ആളുകൾ യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കൊണ്ടുവന്ന് വസ്തുക്കളൊക്കെ കൊടുത്തിട്ട് പോകുമായിരുന്നു. വിശ്വസിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി സമ്പത്തൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് പോകുമായിരുന്നു. തിരിച്ചു വരുമ്പോൾ മേടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുഹമ്മദിനെയാണ് അവർക്ക് യാദൃശികമായി അങ്ങോട്ട് കടന്നു വന്നതായി കാണുകയും അങ്ങനെ അവർക്ക് മധ്യസ്ഥനായി കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഖുറൈശികൾക്ക് ഏകദേശം ആശ്വാസമായി. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? പ്രവാചകൻ ഇവിടെ ഖുറൈശികൾ ആദ്യം തന്നെ പ്രവാചകന്റെ മേൽത്തട്ടം, അതായത് ഷാൾ, സാധാരണ അറബികൾക്ക് ഷാൾ എപ്പോഴും ഉണ്ടാവും. അവരുടെ കാലാവസ്ഥ അനുസരിച്ച് ഷാളിന്റെ ആവശ്യമുണ്ട്. നല്ല ചൂടുണ്ടാവും, മണൽക്കാറ്റുണ്ടാവും, ചൂട് കാറ്റുണ്ടാവും. അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് അവർ ഷാൾ ഉപയോഗിച്ചിരുന്നു അന്നേ മുതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഷാൾ നിലത്ത് വിരിക്കുകയും എന്നിട്ട് ഹജറുൽ അസ്വദ് എടുത്ത് എന്തിലേക്ക് വെച്ചു? ആ തുണിയിലേക്ക് എടുത്ത് വെച്ചു, ആ ഷാളിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് ഓരോ ഗോത്രത്തിലെയും ഓരോ പ്രതിനിധി, ഓരോ കുടുംബക്കാരോടും പറഞ്ഞു നിങ്ങൾ ഓരോരോ പ്രതിനിധികളെ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ പ്രതിനിധി 4 പ്രതിനിധികൾ വന്നു. 4 പേരോടും ഈ ഷാളിന്റെ 4 വശങ്ങളിൽ പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും അത് ഒരുമിച്ച് ഉയർത്തി അത് എടുത്തുകൊണ്ട് ഹജറുൽ അസ്വദ് സ്ഥാപിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് അതെടുത്ത് എങ്ങോട്ട് വെച്ചു? സ്ഥാപിക്കേണ്ട യഥാർത്ഥ സ്ഥാനത്ത് സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ഇതിലൂടെ
അപ്പോൾ ഇതിലൂടെ ആ പ്രശ്നം അങ്ങനെ പരിഹരിച്ചു. മാത്രമല്ല മറ്റു രണ്ട് ഗോത്രങ്ങളും ശബദം സ്ഥാപിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഒരു പങ്കുചേരാനുള്ള പങ്കുചേരാനുള്ള സൗകര്യം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ യുദ്ധം ചെയ്യുമെന്ന് അവർ ശപഥം ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ ചാൻസ് കിട്ടി, എല്ലാവർക്കും ഇവിടെ ചാൻസ് കിട്ടി. അപ്പൊ അവരുടെ ശപഥം അവർ പാലിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. കാവ നിർമ്മാണത്തിൽ വന്ന ഈ ഒരു പ്രതിസന്ധി അവിടെ പരിഹരിക്കപ്പെട്ടു. 4 ദിവസമായി നിലച്ചിരുന്ന കാവ നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചു. അങ്ങനെ ഖുറൈശികള് കാബ നിർമ്മിച്ച് പൂർത്തീകരിച്ചു. ഈ കാബയിൽ 3 തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. 3 തരത്തിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഭവനത്തേക്കാൾ ആ കാബയിൽ നിന്നും 3 തരത്തിലുള്ള വ്യത്യാസങ്ങൾ പുതുതായി നിർമ്മിച്ച കാബയിൽ ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് കേൾക്കുന്നില്ല ഉസ്താദെ. അസ്സലാമു അലൈക്കും. കട്ടായി പോയിട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പൊ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പോൾ പഴയ കാബയും പുതിയ കാബയും തമ്മിൽ 3 തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത്. ഒന്നാമതായിട്ട് കാബ നേരത്തെ റെക്ടാങ്കുലർ ഷേപ്പിലായിരുന്നു. നീളം കൂടുതലും വീതി കുറവുമായിരുന്നു. അപ്പോൾ അവര് നീളം കുറച്ചിട്ട് ആ നീളവും വീതിയും ഒരേപോലെ ആക്കി സ്ക്വയർ ഷേപ്പിലാക്കി. റെക്ടാങ്കുലർ ഷേപ്പ് മാറ്റിയിട്ട് സ്ക്വയർ ഷേപ്പിലാക്കി. കാരണം അവർക്ക് കാബയുടെ ഉയരം കൂട്ടാൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. എപ്പോഴും ഭിത്തികൾക്ക് കേടുപാട് വരുന്നതിന്റെ പേരിൽ പല ആളുകാരും ഉള്ളിലേക്ക് കടക്കുന്നതിന്റെ പേരിൽ കാബയുടെ ഉയരം കൂട്ടാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഉയരം ഇവര് ഇരട്ടിയാക്കി കൂട്ടി. അപ്പോൾ ഇവർക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വേണ്ടി വന്നു. മാത്രമല്ല ഖുറൈശികള് ഇതിനു വേണ്ടി കാബയുടെ നിർമ്മാണത്തിന് വേണ്ടി ആലോചിച്ചപ്പോൾ അവർ തീരുമാനിച്ചിരുന്നു, ഞങ്ങൾ ഹലാലായ സമ്പത്ത് മാത്രമേ ഇതിൽ ചെലവഴിക്കുകയുള്ളൂ, ഹറാമായ ഞങ്ങളുടെ സമ്പത്തുകളൊന്നും ചെലവഴിക്കൂല. കാരണം ഖുറൈശികൾക്ക് ഹറാമായ ഒരുപാട് സമ്പത്തുകൾ ഉണ്ടായി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അടിമകളുള്ള പല ആളുകളുണ്ട്, അടിമസ്ത്രീകളുള്ള. അവർ ഈ അടിമസ്ത്രീകളെ വേശ്യാവൃത്തിക്ക് വിട്ടിട്ട് അതിലൂടെ സമ്പാദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള മോശമായ സമ്പത്തുകളൊന്നും കാബ നിർമ്മാണത്തിൽ ചെലവഴിക്കുകയില്ല എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് സമ്പത്ത് തികയാതെ വന്നു, വസ്തുക്കൾ തികയാതെ വന്നു. അപ്പൊ അതിന്റെ പേരിൽ അവർ നീളം കുറച്ചിട്ട് ഒരു ഭാഗം നേരത്തെ കാബയായിരുന്ന ഒരു ഭാഗം ജസ്റ്റ് ഒരു അരഭിത്തി മാത്രം കെട്ടി അവിടെ വെളിയിലാക്കി ഇട്ടു. അതാണ് ഇന്ന് ഹത്തീം നമുക്ക് കാണാൻ സാധിക്കും. കാബയുടെ ഒരു വശത്ത് മാത്രം ഒരു അരഭിത്തി കെട്ടിയിട്ടുണ്ട്, ഒരു വശം ഒരു അരഭിത്തി ഉണ്ട്. അത് പണ്ട് ഖുറൈശികളുടെ കാലത്ത് കാബ അതും കൂടി ചേർന്ന് കാബയായിരുന്നു. ഖുറൈശികൾ അതിനെ നീളം കുറച്ചിട്ട് അതിനെ സ്ക്വയർ ആക്കി മാറ്റി. ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, ഉയരം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. 9 മുഴം ഉണ്ടായിരുന്നത് 18 മുഴമാക്കി. ഇന്ന് കാണുന്ന തരത്തിലേക്ക് നല്ല ഉയരത്തിലാക്കി. ഇന്ന് നല്ല പൊക്കത്തിലാണല്ലോ, നമുക്ക് ഒരാൾക്ക് കൈയെത്തിയാൽ ആ വാതിലിന്റെ അവിടം വരെ എത്തിക്കാനേ പറ്റുള്ളൂ. നല്ല ഉയരത്തിലാണെന്ന്. അന്ന് 9 മുഴമായിരുന്നു. 9 മുഴം എന്ന് പറയുമ്പോൾ അത് ഫീറ്റ് കണക്കനുസരിച്ച് ഏകദേശം 11-12 ഫീറ്റ് വരും. ഇന്ന് അതിനേക്കാൾ ഇരട്ടിയാക്കി. 9 മുഴം എന്നത് 18 മുഴം ആക്കി ഉയർത്തി പണിതു. കാരണം ഒന്നുകൂടി ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുകയും ഉയർത്തി പണിയുകയും ചെയ്ത് പല ആളുകളും കള്ളന്മാരും അതേപോലെ തന്നെ പല ആളുകളും ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉയർത്തി പണിതത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത്, ഖുറൈശികളുടെ പുരാതന കാലത്ത് ആർക്കും കയറാവുന്ന തരത്തിൽ വാതിൽ താഴെയായിരുന്നു, ആർക്കും തുറന്ന് കയറാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ
പല ആളുകളും പല മോഷണങ്ങളും അവിടെ സംഭവിക്കാൻ തുടങ്ങി. കള്ളന്മാര് വരും, അകത്ത് അന്ന് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് പോകും, പല വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടാവും, പുരാതനമായ രേഖകൾ ഉണ്ടാവും. അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതിന്റെ പേരിൽ അവര് വാതിലിന് ഉയർത്തി പണിതു. അതായത് ഒരു ഗോമണി, ഒരു ലാഡർ വെച്ച് കയറിയാലാണ് ആ വാതിലിന്റെ ഉള്ളിലേക്ക് കയറി അകത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ഭൂനിരപ്പിൽ നിന്നും ഒരു 8-9 മുഴം, അതായത് ഒരു ആൾക്ക് കൈയെത്തുന്ന ഉയരത്തിലേക്ക് അവർ വാതിലിനെ പൊക്കിപ്പണിതു. ഇങ്ങനെ 3 തരത്തിലുള്ള മാറ്റങ്ങളാണ് ആ കാബയിൽ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് കാബ അതേ രൂപത്തിൽ തന്നെയാണ്, പക്ഷെ അതിനുശേഷം 2 പ്രാവശ്യം പുതുക്കി പണിതിട്ടുണ്ട്. ഇന്നിപ്പോ നിൽക്കുന്ന നമ്മൾ കാണുന്ന കാബ ഖുറൈശികൾ അന്ന് പണിത കാബയല്ല, മറിച്ച് അതിനുശേഷം 2 പ്രാവശ്യം പുതുക്കി പണിതപ്പോൾ ഉള്ള കാബയാണ് ഇന്ന് കാണുന്നത്. ഖുറൈശികൾ അന്ന് നിർമ്മിച്ചതിന് ശേഷം വീണ്ടും 2 പ്രാവശ്യമുണ്ട്. അത് തൊട്ടടുത്ത വർഷങ്ങളിലാണ്, ഹിജറയ്ക്ക് ശേഷമുള്ള ഒരു 100 വർഷത്തിനുള്ളിലാണ് പിന്നീട് ഈ 2 പൊളിച്ചു പണികൾ നടക്കുന്നത്. അന്ന് പിന്നെ പണിതതിനു ശേഷം പിന്നെ ഏകദേശം 1300 വർഷത്തോളം ഇന്ന് ആ കാബയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഖുറൈശികൾ അന്ന് ആ പണിത ആ ഡിസൈനിൽ തന്നെയാണ് ഇന്നും ഉള്ളത്, അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നാൽ ഖുറൈശികൾ അന്ന് പണിത ആ കാബയല്ല ഉള്ളത്, ഡിസൈൻ അത് തന്നെയാണ്, മാറ്റം വന്നിട്ടില്ല. ഓക്കെ അല്ലേ? വിഷയം മനസ്സിലായില്ലേ? ഇതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും ഉസ്താദെ. പറഞ്ഞോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു മകൻ ഉണ്ടായിരുന്നു, ഇബ്രാഹിം. അത് ഏത് ഇബ്രാഹിം മകൻ കാര്യം ഉണ്ടായിരുന്നു. തന്നെ വന്നതായിരുന്നു? അത് പ്രവാചകന്, അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ വരുന്നുണ്ട്, നമ്മൾ മുമ്പോട്ട് പോകുമ്പോ വരുന്നുണ്ട്. മാരിയ ഖിബ്തിയ്യ എന്ന പേരിൽ ഒരു അടിമ സ്ത്രീനെ അന്നത്തെ ഈജിപ്ത് ഭരിച്ചുകൊണ്ടിരുന്ന മുഖൗഖിസ് എന്ന ചക്രവർത്തി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് പ്രവാചകൻ മദീനയിലുള്ളപ്പോൾ. ഒരു അടിമ സ്ത്രീയാണ്, അവരിലുണ്ടായ മകനാണ് ഇബ്രാഹിം. ആ മകൻ ചെറിയ പ്രായത്തിൽ തന്നെ, 2 വയസ്സുള്ള പ്രായത്തിൽ തന്നെ മദീനയിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ് പ്രവാചകൻ ജീവിതകാലത്ത്. ഓക്കെ അല്ലേ? വേറെ ഒന്നുമില്ലോ? ശരി, എന്നാ കൺക്ലൂഡ് ചെയ്യാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.